ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 4-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് 95 മാർക്ക് ലഭിച്ചാൽ നീ ഹാപ്പിയാണോ? കുട്ടി പറഞ്ഞു, അതെ, ഞാൻ ഹാപ്പിയായിരിക്കും. അധ്യാപകൻ വീണ്ടും പറഞ്ഞു, എന്നാൽ നിന്റെ കൂട്ടുകാർക്കെല്ലാം 96, 97, 99, മാത്രമല്ല ചിലർക്ക് 100 മാർക്കുമുണ്ടെങ്കിൽ അപ്പോഴും നീ ഹാപ്പി ആയിരിക്കുമോ? കുട്ടി പറഞ്ഞു, ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. വീണ്ടും അധ്യാപകൻ ചോദിച്ചു, നിനക്ക് 65 മാർക്ക് മാത്രമേ ഉള്ളൂ, എങ്കിൽ ഹാപ്പിയാണോ? കുട്ടി പറഞ്ഞു, അല്ല. അധ്യാപകൻ വീണ്ടും ചോദിച്ചു, 65 മാർക്കുള്ള നിങ്ങളാണ് ക്ലാസ്സിലെ ഫസ്റ്റ്, എങ്കിലോ? അപ്പോൾ കുട്ടി പറഞ്ഞു, എങ്കിൽ ഹാപ്പിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ആ കുട്ടിയുടെ മാർക്ക് എത്ര എന്നതല്ല അവനെ ഹാപ്പിയാക്കുന്നത്, പകരം മറ്റു കുട്ടികളുടെ മാർക്ക് എത്ര എന്നതാണ്. അവന് കുറവാണെങ്കിലും മറ്റുള്ളവർക്ക് അതേക്കാൾ കുറവെങ്കിൽ അവന് സന്തോഷം. ഇത് ആ കുട്ടിയുടെ സ്വഭാവം മാത്രമല്ല, നമ്മുടെ എല്ലാം സ്വഭാവമാണ്. നമ്മുടെ ഒരു വൈകൃത മനോഭാവം. ആ കുട്ടി എത്രമാത്രം പഠിച്ചു, എത്ര മാർക്കിന് അർഹനാണ് എന്നൊന്നുമല്ല വിഷയം. മറ്റുള്ളവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ സന്തോഷം. ഈ മനോഭാവമുള്ളവർ ജീവിതകാലം മുഴുവൻ അത് നിലനിർത്തും. അതായത്, നമുക്കൊരു നല്ല വീടുണ്ട് എന്നിരിക്കട്ടെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് മതിയായതാണ്, സന്തോഷം. എന്നാൽ ചുറ്റുപാടും വേറെ ആളുകൾ ചില വീടുകൾ വെച്ചു, അവയെല്ലാം നമ്മുടേതിനേക്കാൾ വലുതും നല്ലതുമായ വീടുകൾ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമ്മുടെ സന്തോഷം? എന്നാൽ മറിച്ച് വിചാരിക്കുക, നമുക്ക് വേണ്ടുന്നത്ര സൗകര്യമില്ലാത്ത ഒരു വീടാണ്, എന്നാൽ ചുറ്റുമുള്ള വീടുകൾ നമ്മുടെ വീടിനേക്കാൾ വളരെ മോശമാണ്. അപ്പോൾ നമ്മുടെ വീട് അല്പം മോശമായിരുന്നാലും സന്തോഷമല്ലേ? നമ്മുടെ വീട് നമുക്ക് എത്രമാത്രം സൗകര്യപ്രദം എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ വീടിൻ്റെ നിലപാടാണ് നമുക്ക് സന്തോഷമോ ദുഃഖമോ വരുത്തുന്നത്. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് മിക്കവരും ജീവിക്കുന്നത്. ഇത് വളരെ ദോഷകരമായ മനോഭാവമാണ്. എന്നാൽ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടേതിൽ ആശ്രയിച്ച് ആവരുത്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഉളവാകേണ്ടത്. നമുക്കുള്ളത് അല്പമോ അധികമോ ആവട്ടെ, നമുക്ക് സുഖമോ ദുഃഖമോ ആവട്ടെ, അവയിലെല്ലാം സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് ആവശ്യം. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നാം എന്തെല്ലാം ഉപയോഗിക്കുന്നു എന്നതല്ല, നാം എത്രമാത്രം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് ഉപയോഗപ്രദമാകുന്നു എന്നതാണ് പ്രധാന കാര്യം. മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ഉളവാകുന്നത്. ഭൗതിക വസ്തുക്കളിൽ ആശ്രയിച്ചുള്ള സന്തോഷം ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഭൗതിക വസ്തുക്കളിൽ സന്തോഷം കണ്ടെത്തുന്നതിന് പകരം ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയണം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കുവാൻ കഴിയും. കാരണം ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വസ്തുവകകളല്ല, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നിത്യമായ സന്തോഷത്തിൻ്റെ ഉടമകളായിരിക്കാൻ നമുക്ക് സ്വയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയിൽ പൂർണ്ണമായ സന്തോഷം കണ്ടെത്തുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരുടെ നന്മകൾ കണ്ടൊരിക്കലും ഞങ്ങൾ പരിതപിക്കുവാൻ ഇടയാകരുത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഞങ്ങൾക്കും സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പൽക്കാലം ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.